ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും മല്ലു സീക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അമൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്ന ഒരു ഫോൺ അൺബോക്സിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇതാണ് ഫോൺ. അപ്പോൾ ഫോൺ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ, OnePlus Nord 2. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ, OnePlus Nord 2. നമുക്ക് ഇതിൻ്റെ ബോക്സിനകത്ത് വന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് നോക്കാം. കുറേ കാര്യങ്ങളൊന്നും ഇവർ വാരി വലിച്ചെഴുതിയിട്ടില്ല, എല്ലാ ഫോണിൻ്റെ ബോക്സ് വരുന്നത് പോലെ. ഫോണിൻ്റെ കളറുണ്ട്, പിന്നെ റാം വേരിയൻ്റ് ഉണ്ട്, സ്റ്റോറേജ് വേരിയൻ്റ് ഉണ്ട്, എത്ര ഉണ്ടെന്നുള്ളത്. നമ്മുടെ കളർ വന്നിരിക്കുന്നത് ബ്ലൂ ഹേസ് എന്ന് പറയുന്ന കളറാണ്. പിന്നെ നമുക്ക് റാം നമ്മൾ മോഡലിനുള്ളത് 12 GB റാമും 256 GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ്. സ്റ്റോറേജ് ടൈപ്പ് പറയുമ്പം UFS 3.1 ആണ് വന്നിരിക്കുന്നത്, ലേറ്റസ്റ്റ് സ്റ്റോറേജ് ടൈപ്പാണ് വന്നിരിക്കുന്നത്. റാം ടൈപ്പ് LPDDR4X ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൊസസ്സർ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന 4X ആണ്, 5 സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ കളറും കാര്യങ്ങളും എല്ലാം നോക്കി കഴിഞ്ഞാൽ ഇനി നമുക്കിത് പറയാനുള്ളത് നമ്മുടെ OnePlus Nord 2 3 ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. ഒന്ന് ഇതിൻ്റെ ക്യാമറ, പിന്നെ ഒന്ന് ഇതിൻ്റെ പ്രൊസസ്സർ, പിന്നെ 5G സപ്പോർട്ടിങ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്യാമറയിലോട്ട് വരാം. ഇതിൻ്റെ ക്യാമറയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയേക്കുന്ന കാര്യം. ഞാൻ പേഴ്സണലി ഇപ്പം വീഡിയോ എടുക്കുന്നുണ്ടും ഫോട്ടോ എടുക്കുന്നുണ്ടും കാര്യങ്ങളും എനിക്കതാണ് കൂടുതലും താല്പര്യം. ഞാൻ ഒരുവിധം മനസ്സിൽ ആഗ്രഹിക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്, പിന്നെ ചെറിയ പോരായ്മകളും ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ക്യാമറ വന്നിരിക്കുന്നത് 50 MP ഒരു ക്യാമറയാണ്, 50 MP ക്യാമറയാണ് വന്നിരിക്കുന്നത്. സോണിയുടെ IMX766 എന്ന് പറയുന്നൊരു ക്യാമറയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ OnePlus 9-നകത്ത് 9 Proയ്ക്കകത്തും വന്നിരിക്കുന്ന സെയിം ക്യാമറ. 9-നകത്ത് 9 Proയ്ക്കകത്തും വൈഡ് ആംഗിൾ ക്യാമറയായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് വൈഡ് ആംഗിൾ ആയിട്ടല്ല, സാധാരണ നോർമൽ ക്യാമറയായിട്ട് പ്രൈമറി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ OIS ഫീച്ചറും കൂടെ കൊടുത്തിട്ടുണ്ട്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. നമ്മുടെ പഴയ നോഡിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെന്തായാലും അവർ കളഞ്ഞിട്ടില്ല. ചില ഫീച്ചേഴ്സ് പഴയതുമായിട്ടും ചിലത് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ക്യാമറയ്ക്കകത്ത് വന്നിരിക്കുന്നത് 4K 30 FPS വരെ നമുക്ക് മാക്സിമം ഷൂട്ട് ചെയ്യാം പ്രൈമറി ക്യാമറയിൽ. പിന്നെ ഒരു വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്, പിന്നെ മൂന്നാമത്തൊരു ക്യാമറയുണ്ട്, എന്തിനു വേണ്ടി കൊടുത്തേക്കുന്നൊരു ക്യാമറ. അപ്പോൾ അതിനെ കുറിച്ചൊന്നും നമ്മൾ ഒത്തിരി പറയുന്നൊന്നുമില്ല. പിന്നെ
ഉള്ളത് ഫ്രണ്ട് ക്യാമറയാണ്, ഒരു 32 മെഗാ പിക്സലിൻ്റെ. നമ്മുടെ പഴയ നോഡിനകത്ത് 32 തന്നെ ആയിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ഒരു 8 മെഗാ പിക്സലിൻ്റെ വൈഡും കൂടെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് വൈഡില്ല, ഒറ്റ സിംഗിൾ ക്യാമറയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്, ഒരു പഞ്ച് ഹോൾഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മാക്സിമം റെക്കോർഡ് ചെയ്യാവുന്നത് 1080p 30 FPS ആണ്. അതിനകത്ത് EIS ഉണ്ട്, ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ക്യാമറയിലും OIS EIS അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീഡിയോ സാമ്പിൾസും കാര്യങ്ങളും എല്ലാം ലാസ്റ്റ് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ക്യാമറ ക്വാളിറ്റി നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വിലയിരുത്താം. ഓക്കെ, പിന്നെന്തോ അതിന് പറയാം. അടുത്ത രണ്ടാമത്തെ ഫീച്ചർ എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൊസസ്സറാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി 1200 എന്ന് പറയുന്നൊരു പ്രൊസസ്സറാണ്. മീഡിയടെക്കിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിനകത്ത് Wi-Fi 6 ആണ് വന്നിരിക്കുന്നത്. ഡ്യുവൽ ബാൻഡ് Wi-Fi ആണ്. 2.4ഉം 5 GHz സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 5 GHz കണക്ട് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള Wi-Fi സ്പീഡ് കിട്ടുന്നതായിരിക്കും. പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബ്ലൂടൂത്ത് 5.2 ആണ് വന്നിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 5.2 ബ്ലൂടൂത്ത് ഹെഡ്സെറ്റൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഓഡിയോ ഫീച്ചർ വെച്ച് പറയുകയാണെങ്കിൽ aptX HD എന്ന് പറയുന്നൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അത് നമ്മുടെ aptX HD സപ്പോർട്ട് ചെയ്യുന്ന ഹെഡ്സെറ്റുകൾ മേടിക്കാൻ കിട്ടും, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകൾ. നമ്മുടെ ഡോൾബി അറ്റ്മോസ് അതുപോലത്തെ ഒരു ഫീച്ചറാണ്, അങ്ങനെ വരുന്നൊരു ഫീച്ചറാണ്. അത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഓഡിയോ ക്വാളിറ്റി ഇത് കിട്ടും യൂസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് GPS ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ GPSൻ്റെ ഒട്ടുമിക്ക ഫീച്ചേഴ്സും അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ വരുന്നത് നമ്മുടെ നാവിക് സപ്പോർട്ട് വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം എന്താ പറയുന്നത് ഗൂഗിൾ മാപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള നാവിക് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ് വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഒരു നമ്മുടെ OnePlusൻ്റെ ഡിസ്പ്ലേ കുറിച്ചിട്ട് നമ്മൾ ഒത്തിരി പറയേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. നല്ല ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. AMOLEDയും കൂടാണ്. പിന്നെ അടുത്തത് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ സ്പീക്കറിനെ കുറിച്ചിട്ടാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം നമുക്ക് ഓഡിയോ ക്വാളിറ്റി ടെസ്റ്റിംഗ് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ വീഡിയോ നിർത്തുന്നതിന് മുമ്പ് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നൊരു ഫീച്ചറുണ്ട് ഇതിനകത്ത്. എല്ലാവർക്കും ഒരേപോലെ പ്രയോജനപ്പെടുന്നൊരു ഫീച്ചറാണ്. ആരും വേണ്ടെന്ന് പറയുന്നൊരു ഫീച്ചർ ആയിരിക്കത്തില്ല. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ബാറ്ററി ഒരു 4500 mAh ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ OnePlus നോഡിനകത്ത് വന്നിരിക്കുന്നത് 4100 സംതിങ് കപ്പാസിറ്റി വരുന്നൊരു ബാറ്ററിയാണ്. ഇതിനകത്ത് 4500 mAh. പിന്നെ ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ 65 വോട്ടിൻ്റെ സൂപ്പർ ഡാറ്റ് ചാർജറാണ് വന്നിരിക്കുന്നത്. ഒരു 30 മിനിറ്റാണ് കമ്പനി പറയുന്നത്. ഒരു 36 മിനിറ്റ് നമുക്ക് പറയാം. 36 മിനിറ്റ് ഫുള്ളാവും. ഞങ്ങളിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കി, ഒരു 40% ചാർജ് ഉണ്ടായിരുന്നു നമ്മൾ അൺബോക്സ് ചെയ്ത സമയത്ത്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കുത്തിയിട്ടപ്പോഴത്തേക്ക് ഫുള്ളായി, 100% ആയി. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൻ്റെ അതിന് പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ, അത് മറക്കാതെ ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.